ഗാന്ധിയുടെ വിജയം ബി.ജെ.പിക്ക് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ബി.ജെ.പി പ്രിയങ്കയ്ക്കു നേരെ ഇപ്പോഴും പല അമ്പുകളും പ്രയോഗിക്കുകയാണ്. ഇപ്പോഴിതാ ഉപതിരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ചോദ്യം ചെയ്താണ് ബി.ജെ.പിയുടെ വരവ്. പ്രിയങ്ക ഗാന്ധിയുടെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണിപ്പോൾ. സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചാണ് പ്രിയങ്ക വയനാട് ലോക്സഭ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നാണ് നവ്യ ഹരിദാസ് ഹർജിയിൽ ആരോപിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി തന്റെയും കുടുംബത്തിന്റെയും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബി.ജെ.പി ആരോപിച്ചിരുന്നു. എന്നാൽ ബി.ജെ.പിയുടെ പരാതി തള്ളിക്കൊണ്ട് പ്രിയങ്കയുടെ നാമനിർദ്ദേശ പത്രിക വരണാധികാരി സ്വീകരിച്ചു. എന്നാൽ പ്രിയങ്കയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ പാടില്ലെന്നായിരുന്നു ബി.ജെ.പി അഭിപ്രായപ്പെട്ടത്. സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചതോടെ വോട്ടർമാരിൽ തെറ്റായ സ്വാധീനം ചെലുത്തുന്ന നടപടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും അവർ ആരോപിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ ഭർത്താവ് റോബർട്ട് വദ്രയുടെ സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തിയതിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ടെന്ന വാദമാണ് ബി.ജെ.പി പ്രധാനമായും ഉയർത്തുന്നത്. വ്യക്തമല്ലാത്ത സത്യവാങ്മൂലം സമർപ്പിച്ച സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്ന ഹർജി അന്ന് അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും നിയമപരമായി മുന്നോട്ടു പോകാൻ ബി.ജെ.പി തീരുമാനിക്കുകയായിരുന്നു. ആദായ നികുതി കണ്ടെത്തിയ റോബർട്ട് വദ്രയുടെ സ്വത്തും പ്രിയങ്ക സത്യവാങ്മൂലത്തിൽ നൽകിയ കണക്കുകളും തമ്മിൽ വലിയ പൊരുത്തക്കേടുണ്ടെന്ന് ബി.ജെ.പി അവകാശപ്പെടുന്നുണ്ട്. 2010-21 കാലയളവിൽ റോബർട്ട് വദ്രയ്ക്ക് 80 കോടി രൂപയോളമാണ് ആദായ നികുതി വകുപ്പ് നികുതി ചുമത്തിയത്. ഇതിൽ തന്നെ 2019-20 കണക്കെടുക്കുമ്പോൾ 24 കോടിയിലേറെ വരും. എന്നാൽ 65.55 കോടി രൂപയാണ് റോബർട്ട് വദ്രയുടെ ആസ്തിയായി പ്രിയങ്ക ഗാന്ധി സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയത്. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബി.ജെ.പി പ്രിയങ്കയ്ക്കെതിരെ രംഗത്ത് വന്നത്. മാത്രമല്ല, കോൺഗ്രസും പ്രിയങ്ക ഗാന്ധിയും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും ഇരുവർക്കുമെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ ഇ.ഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ അവരുടെ സ്വത്ത് വിവരങ്ങൾ കുറിച്ച് ആധികാരികമായി പറയുന്നുണ്ടെന്നും ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി രമേശും വാദിച്ചിരുന്നു. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പ്രിയങ്ക ഗാന്ധി സ്വത്ത് വിവരങ്ങൾ അറിയിച്ചത്. സത്യവാങ്മൂലപ്രകാരം 11.98 കോടിയുടെ സ്വത്താണ് ആകെയുള്ളത്. ബാങ്ക് നിക്ഷേപവും സ്വർണവുമായി 4,24,78,689 രൂപയുടെ ആസ്തിയുണ്ട്. രണ്ടിടത്ത് 4 ഏക്കറോളം ഭൂമിയുണ്ട്. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വീടും പ്രിയങ്കയുടെ പേരിലുണ്ട്. ഭൂമിയും വീടുമടക്കം 7.74 കോടി രൂപയുടെ ആസ്തിയാണുള്ളത്. 5 വർഷത്തിനിടെ പ്രിയങ്കയുടെ വരുമാനത്തിൽ 13 ലക്ഷം രൂപയുടെ കുറവുണ്ടായി. ഭർത്താവ് റോബർട്ട് വദ്രയുടെ വരുമാനത്തിൽ 40 ലക്ഷം രൂപയുടെ കുറവുമുണ്ടായിട്ടുണ്ട്. 37 കോടി രൂപയാണ് ഭർത്താവ് റോബർട്ട് വദ്രയുടെ ആസ്തി. അതേസമയം തന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി കള്ളപ്രചരണം നടത്തുകയാണെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം. എല്ലാ സ്വത്തുക്കളെയും കുറിച്ച് സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഒന്നും മറച്ചുവെച്ചിട്ടില്ല. നാമനിർദ്ദേശ പത്രിക വരണാധികാരി സ്വീകരിച്ചതോടെ ഇത് വ്യക്തമായതായും പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചിരുന്നു. സത്യത്തിൽ പ്രിയങ്കയെ എങ്ങനെയും തളർത്താനുള്ള പദ്ധതികളാണ് ബി.ജെ.പി ആവിഷ്കരിക്കുന്നത്. എന്നാൽ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാവുകയാണ്.